إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولو تقول علينا بعض الأقاويل لأخذنا منه باليمين ثم لقطعنا منه الوتين. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ മുസ്ലിമായി ജനിക്കാനും മുസ്ലിമായി ജീവിക്കാനും ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ദൈവിക മതമാണ്. ഇതിലെ മുഴുവൻ കാര്യങ്ങളും പ്രമാണബദ്ധമാണ്. വഹയ്യ് മുഖേന അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശത്തിന്റെ അകമ്പടിയോടുകൂടി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഈ മതത്തിലുള്ളൂ എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു നിയമം, അത് ഉണ്ടാക്കുവാനുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഉള്ളൂ. ശാരിഅ്, മതനിയമം ഉണ്ടാക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. ഈ കാര്യത്തിൽ ലോകത്ത് ഒരാൾക്കും അധികാരമില്ല, അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. കാരണം ഇസ്ലാം എന്നത് എല്ലാ കാലത്തിലും ഏത് നാട്ടിലും പ്രാക്ടിക്കലായി കൊണ്ടുവരാൻ കഴിയുന്നൊരു മതമാണ്. ഇന്ന് ലോകത്ത് മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട ഏത് നിയമങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ആ നിയമങ്ങളെല്ലാം കാലികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനധികം നമ്മുടെ ഭരണഘടനയിൽ പോലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാലോചിതമായ നിയമങ്ങളല്ല എന്നു പറഞ്ഞുകൊണ്ടാണ് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏത് കാലത്ത് ജീവിക്കുന്ന മനുഷ്യനും ഏത് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനും
പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന നിയമം, അത് ഇസ്ലാം പറയുന്ന പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന നിയമങ്ങളാണ്. അത് നിർമ്മിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ ത്രികാലജ്ഞാനിയാണ്. ഇതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് സ്വീകരിക്കാൻ പറ്റിയ നിയമങ്ങൾ മാത്രമേ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിലെ നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരം അല്ലാഹുവിന് മാത്രമാണ്. ലോകത്ത് ഒരു പ്രവാചകനോ അമ്പിയാക്കന്മാർക്കോ പണ്ഡിതന്മാർക്കോ നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരമില്ല എന്നും ഈ ചരിത്രം പഠിക്കുമ്പോൾ, ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അദീ ഇബ്നു ഹാത്തിം, അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹത്തിന് സ്വർണത്തിന്റെ കുരിശ് കഴുത്തിലിട്ട് പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പ്രവാചകന്റെ സന്നിധിയിൽ വന്നിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ ഒരു വചനം പാരായണം ചെയ്യുകയാണ്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാ. യഹൂദികളും ക്രിസ്ത്യാനികളും അവരുടെ പണ്ഡിതന്മാരെ അവർ റബ്ബുകളായി സ്വീകരിച്ചിരിക്കുന്നു എന്ന ആയത്തോതിയപ്പോ മഹാനായ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ആദ്യം ക്രിസ്ത്യാനിയായിരുന്നു, പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ഈ വാചകം കേട്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ലസ്നാ നഅ്ബുദുഹു, ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ പണ്ഡിതന്മാരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദീ ഇബ്നു ഹാത്തിം എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ തന്റെ പ്രിയപ്പെട്ട സഹോദരനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു കാര്യം നിങ്ങളുടെ പണ്ഡിതന്മാർ അനുവദിച്ചു തന്നാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാണെന്ന് പഠിപ്പിച്ചു തന്നൊരു കാര്യം നിങ്ങളുടെ പണ്ഡിതന്മാർ ഹലാലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സമീപനം എന്താണ്? അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ അനുവദനീയമായി ഞങ്ങൾ അതിനെ കാണും. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫതിൽക ഇബാദത്തുഹും, അത് തന്നെയാണ് നിങ്ങളുടെ പണ്ഡിതന്മാർക്കുള്ള ഇബാദത്ത്. നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരം പണ്ഡിതന്മാർക്ക് വകവെച്ചു കൊടുത്തു എന്നതാണ് അവിടെ അവർ പണ്ഡിതന്മാരെ ആരാധ്യരായി സ്വീകരിച്ചു എന്ന് പറയാനുള്ള കാരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചുവെങ്കിൽ, ഇസ്ലാമിലെ ഏത് നിയമങ്ങളും പഠിപ്പിക്കേണ്ടത്, ഏത് നിയമങ്ങളും നിർമ്മിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതിലൊരാൾക്കും അവകാശമോ സ്വാതന്ത്ര്യമോ അധികാരമോ ഇല്ല എന്ന കാര്യം ഈ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്തിനധികം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന സമയത്ത് 6 സുന്നത്തുകൾ നമ്മൾ പാലിക്കുന്നുണ്ട്. ഈ 6 സുന്നത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് സ്വന്തം വകയായി പഠിപ്പിച്ചതല്ല, വഹയിന്റെ പിൻബലത്തോടുകൂടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു എന്ന കാര്യങ്ങളാണ്. ഏത് നിയമങ്ങൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിലും ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ആ ഉറക്കിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിനിടയിൽ 100 കണക്കിന് സുന്നത്തുകളാണ് ലോകത്തിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത്. അത് മുഴുവനും വഹയിന്റെ പിൻബലത്തോടുകൂടിയാണ് നബിതങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പള്ളിയിലേക്ക് കയറുമ്പോ, ബാത്റൂമിലേക്ക് കയറുമ്പോ, അവിടുന്ന് ഇറങ്ങുമ്പോ, പുതിയ വസ്ത്രം ധരിക്കുമ്പോ, ഭാര്യ ഭർത്തൃബന്ധത്തിൽ എല്ലാ മേഖലകളിലും ഇസ്ലാം നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ മുഴുവനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് സ്വന്തം അഭീഷ്ടങ്ങൾക്കനുസരിച്ചല്ല, വഹയിന്റെ പിൻബലത്തോടുകൂടിയാണ്. എന്നാൽ വഹയി കിട്ടാത്ത ഒരു വിഷയം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ ഒന്നും സംസാരിക്കാറുണ്ടായിരുന്നില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നുകൊണ്ട് നബിതങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ, അയ്യുൽ ബുഖാഇ അഹബ്ബു ഇലല്ലാഹ്, ഒരു നാട്ടിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ അദിരി, എനിക്കറിയില്ല. ആരാണ് പറയുന്നത്? ലോകത്തിന്റെ പ്രവാചകൻ, വഹയുള്ള പ്രവാചകൻ. ഒരു നാട്ടിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറയുന്നു, ലാ അദിരി, എനിക്കറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം അവിടേക്ക് കടന്നു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു,
ഒരു നാട്ടിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ വരികയാണ്. വഹീ വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു, അഹബ്ബുൽ ബുഖാഇ ഇലല്ലാഹി മസാജിദുഹാ. ഒരു ഭൂമിയിൽ, ഒരു നാട്ടിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത് ആ നാട്ടിലെ പള്ളികളാണ്. എത്ര ചെറിയ കാര്യമാണെങ്കിലും അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനമാക്കിയല്ലാതെ മതത്തിലൊരു കാര്യം സ്ഥിരപ്പെടുകയില്ല എന്നാണ് ഈ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മതത്തിലൊരു നിയമമുണ്ടാക്കാൻ അധികാരമില്ല, അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സൂറത്തു ഹാക്കയിലെ 44-ാമത്തെ വചനം. ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? പ്രവാചകന്മാരുടെ നേതാവാണ്, നബിമാരുടെ നേതാവാണ്, മനുഷ്യരുടെ നേതാവാണ്, അഷ്റഫുൽ ഖൽഖാണ്. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, നമ്മുടെ പേരിൽ ഇല്ലാത്തത് നിങ്ങൾ പറഞ്ഞാൽ, നമ്മുടെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ വല്ല വാക്കുകളും കെട്ടിപ്പറഞ്ഞാൽ, ലഅഖദിനാ മിൻഹു ബിൽ യമീൻ, വലത് കൈകൊണ്ട് നാം പിടിക്കും, സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, അദ്ദേഹത്തിന്റെ ജീവനാടി നാം ഛേദിച്ചു കളയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇത് പറയുന്നത് ആരോടാണ്? ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സ്വന്തമായി മതത്തിലൊരാചാരമുണ്ടാക്കാൻ, ആചാരം നിർമ്മിക്കാൻ സാധിക്കുകയില്ല, അധികാരമില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര ഗൗരവമാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, 23 കൊല്ലത്തെ പ്രവാചക പ്രബോധന ജീവിതത്തിലൂടെ ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങളും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പൂർത്തീകരിച്ചു തന്നു. അറഫായുടെ മൈതാനിയിൽ ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നിതാ ഞാൻ നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് എന്റെ അനുഗ്രഹമായ ഈ ദീനിത ഇസ്ലാമിനെ ഞാൻ നിങ്ങളുടെ മേൽ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. പരിശുദ്ധ ഇസ്ലാമിനെ പൂർണ്ണമായും നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് വൈകാരികമായി തന്റെ മുന്നിലിരിക്കുന്ന 1,00,000-ൽ പരം വരുന്ന സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലാ ഹൽ ബല്ലഅതു, ഈ മുഹമ്മദ് 23 കൊല്ലം കൊണ്ടാണ് ഇത് മുഴുവനും നിങ്ങളെ പഠിപ്പിച്ചത്. അലാ ഹൽ ബല്ലഅതു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ? ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ? അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ സഹാബിമാർ ഒന്നടങ്കം പറയുന്നൊരു മറുപടിയുണ്ട്, ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്കത് എത്തിച്ചു തന്നിട്ടുണ്ട്, ഞങ്ങൾക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് എല്ലാവരും വളരെ ശക്തമായി സഹാബിമാർ പറയുന്നു. സഹോദരങ്ങളെ, ഈ പൂർത്തിയായ മതത്തിൽ എന്തൊക്കെ പഠിപ്പിച്ചു തന്നോ അത് മുഴുവനും സുന്നത്താണ്, അത് മുഴുവനും മതമാണ്. എന്തൊക്കെയാണോ അതിലില്ലാത്തത് അത് മുഴുവനും പുത്തനാചാരമാണ്. ഈ അടിസ്ഥാനം മനസ്സിലാക്കിയാലേ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ബിദ്അത്തുകൾ ഏതാണ്, സുന്നത്തുകൾ ഏതാണ്, ഇസ്ലാമികമായ ആചാരങ്ങൾ ഏതാണ്, ഇസ്ലാമികമല്ലാത്ത ആചാരങ്ങൾ ഏതാണ് എന്ന് വ്യക്തമായി പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് റബീഉൽ അവ്വൽ മാസം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ നാടുകളിൽ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ അനാചാരങ്ങളാണ് നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകനെ സ്നേഹിക്കണമെന്ന കാര്യത്തിൽ ആർക്കാണ് പ്രിയപ്പെട്ടവരെ തർക്കമുള്ളത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കരളിന്റെ കഷ്ണമാണ്. ആ പ്രവാചകനെ വിശ്വസിക്കണം, ആ പ്രവാചകനെ സ്നേഹിക്കണം. സ്നേഹിക്കാത്തവൻ മുസ്ലിമല്ല എന്ന് പറയുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങളെന്ന് ആർക്കാണ് അറിയാത്തത്? പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും അത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലോകത്തുള്ള എല്ലാവരെക്കാളും എന്നിലേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവനായി തീരുന്നത് വരെ ഞാൻ മുഅ്മിനല്ല എന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, എന്റെ ഭാര്യയേക്കാൾ, എന്റെ മക്കളേക്കാൾ, എന്റെ മാതാപിതാക്കളെക്കാൾ ഞാൻ സ്നേഹിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെക്കാൾ എന്റെ ഹൃദയത്തിൽ, എന്റെ മനസ്സിൽ, എന്റെ ജീവിതത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിക്കപ്പെടുന്നതുവരെ ഒരാളും വിശ്വാസികളല്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, പ്രവാചകനെ സ്നേഹിക്കണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ ലോകത്ത് തർക്കങ്ങളില്ല. എന്നാൽ എങ്ങനെ സ്നേഹിക്കണമെന്ന വിഷയത്തിലാണ് സമൂഹത്തിൽ തർക്കങ്ങളുള്ളത്. സഹോദരങ്ങളെ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചുണ്ടുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ, ദീനിന്റെ മണിമുത്തുകൾ ശേഖരിക്കാൻ ഭാഗ്യം ലഭിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരുണ്ട്. അവരെങ്ങനെ സ്നേഹിച്ചു അങ്ങനെ സ്നേഹിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അവരെങ്ങനെ സ്നേഹിച്ചു അങ്ങനെ സ്നേഹിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത്. ഖുർആൻ പറയുന്നുണ്ട്, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത ലിതകൂന ശുഹദാ അലന്നാസ്. നാം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് കേട്ടുപഠിച്ച സ്വഹാബത്തിനെ നാം നിങ്ങൾക്കിതാ മധ്യമ സമുദായമാക്കി നിശ്ചയിച്ചു തന്നിരിക്കുന്നു. എന്തിനാണത്? ലിതകൂന ശുഹദാ അലന്നാസ്. ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹും. അങ്ങനെ പേരെടുത്തു പറയേണ്ട സഹാബിമാർ മാത്രമല്ല, 100,000-ൽ പരം വരുന്ന പേര് അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരുമായ പ്രവാചകന്റെ ദീന് ചുണ്ടിൽ നിന്ന് കേട്ടുപഠിക്കാൻ ഭാഗ്യം ലഭിച്ച സഹാബിമാർ, അവർ നമുക്ക് സാക്ഷികളാണ്, അവർ നമുക്ക് മാതൃകകളാണ്. അവർ സ്നേഹിച്ചതുപോലെ ലോകത്തൊരാളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ ചരിത്രം എത്ര മനോഹരമാണ്, എത്ര ആധികാരികമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുന്നിടത്ത് ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാം. ഖുബൈബ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാം. എല്ലാവരും ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുകയാണ്. ചോദിക്കുകയാണ്, പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ഈ സ്ഥാനത്ത് 2 കൈകളും 2 കാലുകളും വലിയ മരത്തിന്റെ മുകളിൽ കെട്ടിയിട്ട് ആണിതറിച്ച് ശരീരത്തിലേക്ക് ഓരോ ആണികളും ആഞ്ഞാഞ്ഞടിച്ചു കയറ്റുമ്പോഴും ചോദിക്കുന്നുണ്ട്, ഈ സ്ഥാനത്ത് മുഹമ്മദ് എങ്ങാനും ആയിരുന്നുവെങ്കിലെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ നാവുകളിൽ നിന്ന് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, എന്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹത്തിന്റെ ചെവികൾ മുറിച്ചു മാറ്റുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വിരലുകൾ ഓരോന്നായി മുറിച്ചു മാറ്റുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അവസാനം അദ്ദേഹത്തിന്റെ നാവ് മുറിച്ചു മാറ്റുന്ന ഒരു രംഗം വരുമ്പോഴും അദ്ദേഹം അവസാനമായി പറഞ്ഞത്, എന്റെ പ്രവാചകൻ എന്റെ കരളിന്റെ കഷ്ണമാണ്. അങ്ങനെ പ്രവാചകനെ സ്നേഹിച്ച നിങ്ങളറിയോ, ഉഹദിന്റെ രണാങ്കണത്തിൽ ശത്രുക്കൾ അതിജയനത്തിന്റെ വിജയത്തിന്റെ രുചി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരവസ്ഥ വന്നപ്പോഴാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നില്ല. സ്വഹാബിമാർ തിരയുന്നുണ്ട്. അപ്പോഴാണ് പ്രവാചകന്റെ നേരെ ശത്രുക്കൾ അമ്പുമായി കടന്നു വരുന്നത്. അവിടെയാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു മുന്നിൽ നിന്നിട്ട് പ്രവാചകന്റെ നേരെ വരുന്ന അമ്പുകൾ മുഴുവനും നെഞ്ചു നിവർത്തി ഏറ്റുവാങ്ങി യുദ്ധം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് തൽഹ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, തൽഹ, ഓരോ അമ്പ് വരുമ്പോഴും മാറണമെന്ന് തോന്നിയില്ല തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, 1000 അല്ല 10,000 അല്ല കോടിക്കണക്കിന് അമ്പുകൾ വന്ന് ഈ തൽഹയുടെ നെഞ്ചകം പിളർത്തിയാലും എന്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ജീവിച്ചിരിക്കുന്ന ഷഹീദ്, അതാണ് അബൂ തൽഹ എന്ന് പഠിപ്പിക്കപ്പെട്ട പ്രവാചകന്റെ സ്വഹാബികളോടും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചവർ ആരാണ് പ്രിയപ്പെട്ടവരെ? അവർക്കില്ലാത്തൊരു സ്നേഹം എന്താണ് പ്രിയപ്പെട്ടവരെ? ഞാൻ ചോദിക്കട്ടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ പ്രവാചകന്റെ ഓരോ വാക്കുകളും ഞാൻ അങ്ങനെ പകർത്താനാണ് ശ്രമിക്കാറുള്ളത്. എന്റെ പ്രവാചകന്റെ ഒരു വാക്കെങ്ങാനും ഞാൻ അവഗണിച്ചു പോയാൽ ഞാൻ പേടിക്കുമായിരുന്നു, ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്തു എന്ന് പേടിക്കുമായിരുന്നു. അങ്ങനെ പ്രവാചകനെ പിൻപറ്റിയ സ്വഹാബിമാർ നിസ്കരിക്കുന്ന സമയത്ത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിനിടയിൽ തന്റെ ഇടതുകാലിന്റെ ചെരുപ്പൊന്ന് അവിടെ നിസ്കാരത്തിനിടയിൽ മാറ്റിവെച്ചു, അയച്ചു വെച്ചു. അപ്പൊ സ്വഹാബിമാരും അയച്ചു വെച്ച് നിസ്കാരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ എന്റെ കാലിലെ ചെരുപ്പ് അയച്ചു വെച്ചപ്പോ നിങ്ങൾ എന്തിനാണ് ചെരുപ്പ് അയച്ചു വെച്ചത്? അവര്
പറഞ്ഞു, നബിയെ നിങ്ങൾ ചെയ്തത് കണ്ടപ്പോ ഞങ്ങളും ചെയ്തതാണ്. നിങ്ങൾ നോക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ ഇത്രമാത്രം സ്നേഹിച്ചവർ. അപ്പയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കാലിലെ ചെരുപ്പിൽ അതിൽ മാലിന്യമുണ്ട്, അത് അയച്ചു വെക്കണമെന്ന് പറഞ്ഞു. ആ ഹുഫയിൽ മാലിന്യമുണ്ട്, അയച്ചു വെക്കണമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അയച്ചു വെച്ചത്. ഇത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. നിങ്ങൾ നോക്കൂ, ജനിച്ചു വീണ ജീവിച്ചിരുന്ന നാട്ടിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ പറയുന്നു, അബിസീനിയയുടെ മണ്ണിലേക്ക് നിങ്ങൾ ഹിജറ പോകണം. അവർ നെഞ്ചേറ്റി ഞങ്ങൾ അബിസീനിയയുടെ മണ്ണിലേക്ക് ഭാര്യയെ വിട്ട്, മക്കളെ വിട്ട്, സമ്പത്ത് വിട്ട്, എന്തും വിട്ട് പോകാൻ നമ്മൾ സന്നദ്ധരാണ്. അത് പ്രവാചകനോടുള്ള സ്നേഹമാണ്. അങ്ങ് മദീനയുടെ മണ്ണിലേക്ക്, യസ്രിബിന്റെ മണ്ണിലേക്ക് പാലായനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവരൊരു മടിയും കാണിക്കാതെ പോയത് അത് പ്രവാചകനോടുള്ള സ്നേഹമാണ്. എത്ര ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ പ്രവാചക സ്നേഹത്തിന്റെ ചരിത്രമുള്ളത്. ഒരു ഭാര്യയും ഭർത്താവും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുക്കലേക്ക് ഒരു സഹോദരി വന്നിട്ട് പറയുന്നു, നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ പാല് തന്നിട്ടുണ്ട്. മുലകുടി ബന്ധത്തിൽ നിങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് കുടുംബജീവിതം അത് സാധ്യമല്ല. അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ജീവിതത്തിലെ ഏറ്റവും സമ്പന്നമായ, ഏറ്റവും സന്തോഷകരമായ കുടുംബജീവിതത്തിന്റെ തുടക്ക നാളുകളാണ്. അവർ എന്താ ചെയ്യുന്നത്? നീണ്ടു നിൽക്കുന്ന മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വഴിദൂരം താണ്ടി പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നിട്ട് പ്രവാചകരോട് ചോദിക്കുന്നുണ്ട്, അള്ളാന്റെ റസൂലെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അള്ളാന്റെ റസൂല് തിരിച്ചു വയ്ക്കുന്ന ഒരു ചോദ്യം ഇതാണ്, അവരങ്ങനെ പറയപ്പെട്ടെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് വിവാഹിതരാകാൻ കഴിയും? നിങ്ങൾ ആലോചിച്ചു. അവിടുന്ന് വയുസല്ലിമു തസ്ലീമ, അള്ളാന്റെ റസൂൽ അക്കാര്യം പറഞ്ഞപ്പോ അവരത് സ്വീകരിച്ചു. അതാണ് സ്നേഹം. എത്ര ചരിത്രങ്ങൾ! പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് അവിടുത്തെ ചര്യകളെ പിൻപറ്റിക്കൊണ്ട്, അവിടുത്തെ വാചകങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട്, അവിടുത്തെ നന്മകളെ നെഞ്ചേറ്റിക്കൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടത്. അങ്ങനെ സ്നേഹിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ നമുക്ക് കാണിച്ചു തന്നത്, നമുക്ക് പഠിപ്പിച്ചു തന്നത്. അങ്ങനെ സ്നേഹിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങൾക്ക്, ഇസ്ലാമിൽ ഇത്തരം ആചാരങ്ങൾക്ക് യാതൊരു പ്രമാണവും പ്രാമാണികതയുമില്ല എന്ന് ഇസ്ലാമിന്റെ ചരിത്രവും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ചരിത്രവും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ 4 ഖലീഫമാർ പേരുകെട്ടവരാണ്, റളിയല്ലാഹു അൻഹും എന്ന് നമ്മൾ വിളിക്കുന്നവരാണ്. ആ സ്വഹാബിമാർ പ്രവാചകരോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരായിരുന്നു. ഇസ്ലാമിന്റെ ഭരണചക്രം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 കൊല്ലം, അതേപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 കൊല്ലം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 12 കൊല്ലം, അലി റളിയല്ലാഹു അൻഹു 5 കൊല്ലം. ഈ 4 ഖലീഫമാരും അവരുടെ ജീവിതകാലത്ത് എത്രയോ റബീഉൽ അവ്വൽ മാസം വന്നു. ഒരു റബീഉൽ അവ്വൽ 12-നും പ്രവാചക സ്നേഹം എന്നതിന്റെ പേരിൽ ഒരു ജന്മദിനാഘോഷം നടത്തിയിട്ടില്ല. അവര് പ്രവാചകരെ വാതോരാതെ സ്നേഹിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതം കൊണ്ട് പ്രവാചകന്റെ നന്മകളെ അവർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിലൊരു സംശയവുമില്ല. പക്ഷെ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ഒരു ജന്മദിനാഘോഷം ഈ 4 സ്വഹാബത്തും നടത്തിയിട്ടില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 9 ഭാര്യമാരുണ്ട്. പ്രവാചകന്റെ വഫാത്തിന് ശേഷം ജീവിച്ച ആയിഷ ബിബി റളിയല്ലാഹു അൻഹ 48 കൊല്ലം ജീവിച്ചു. ഹഫ്സ റളിയല്ലാഹു അൻഹ 35 കൊല്ലം ജീവിച്ചു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ 55 കൊല്ലം ജീവിച്ചു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ 34 കൊല്ലം ജീവിച്ചു. സൗദ റളിയല്ലാഹു അൻഹ 15 കൊല്ലം ജീവിച്ചു. ഇവരാരും ഒരു റബീഉൽ അവ്വൽ 12-നും പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. ഇങ്ങനെ ഇസ്ലാമിന്റെ ചരിത്രം അറിയാവുന്ന, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ പേരുകേട്ട ഒരാളും
പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ റബീഉൽ അവ്വൽ 12 ഒരു പ്രത്യേകമായ ആചാരം അനുഷ്ഠിച്ചതായി ഇസ്ലാമിന്റെ ചരിത്രത്തിലില്ല. ഇവിടെയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വചനം നമ്മൾ മുഖവിലക്കെടുക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന, നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ഒരാൾ ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ വെച്ച് ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്നാണ് പറയേണ്ടത്. അത് പറയുന്നതിന് പകരം അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന സലാത്ത് കൂടെ ചൊല്ലിയപ്പോ ഇബ്നു ഉമർ തങ്ങൾ റളിയല്ലാഹു അൻഹു ആ പറഞ്ഞ വ്യക്തിയോട് പറയുന്നു, ഹഖദാ മഅല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ചൊല്ലാൻ അൽഹംദുലില്ലാ എന്നതിന്റെ കൂടെ ഒരു സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അത് പ്രവാചകനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ പറഞ്ഞത്? അല്ല. അവിടെ മതപരമായ നിയമമെന്ന് പറയുന്നത് അൽഹംദുലില്ലാ എന്നത് മാത്രം ചൊല്ലലാണ്. അപ്പൊ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിന് പ്രമാണത്തിന്റെ പിൻബലമുണ്ടാകണം. പ്രവാചക സ്നേഹം അത് പ്രമാണത്തിലുള്ളതാണ്. പ്രവാചകനെ ആദരിക്കണം, അത് പ്രമാണത്തിലുള്ളതാണ്. പ്രവാചകന്റെ മദ്ഹുകൾ പറയണം, അത് പ്രമാണത്തിലുള്ളതാണ്. എന്നാൽ ഇന്ന് ഒരു പ്രത്യേകമായ ദിവസം, ഇന്ന് ആഘോഷങ്ങളിലൂടെ പ്രവാചകനെ സ്നേഹിക്കണമെന്ന് പറയുന്നതിന് യാതൊരു രേഖയും ഇസ്ലാമിക പ്രമാണങ്ങളിലില്ല. അതാണ് നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം. ഇസ്ലാമിൽ ആരെങ്കിലും ചെയ്താൽ ഒരിക്കലും അത് സ്വീകരിക്കപ്പെടുകയില്ല, അത് തള്ളിക്കളയുക തന്നെ ചെയ്യും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കാണാം. ഇമാം തുബ്റാനി ഉദ്ധരിക്കുന്ന ഹദീസാണ്, മാ ബഖിയ ശൈഉൻ യുഖർരിബു മിനൽ ജന്നതി വയുബാഇദു നാർ ഇല്ലാ വഖദ് ബയ്യൻതുഹു ലക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പോകാതെ വിട്ടുപോയിട്ടില്ല, ഒന്നും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാതെ വിട്ടുപോയിട്ടില്ല. അതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. ആരാണ് പ്രിയപ്പെട്ടവരെ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി? ഇമാം ഉദാരിൽ ഹിജ്റ, ശാഫിഈ ഇമാമിന്റെ ഉസ്താദാണ്, മദീന മുനവ്വറയിലെ മുഫ്തിയാണ്. ലോകത്ത് മുവത്തി എന്ന് പറയുന്ന ഗ്രന്ഥം ലോകത്തിന് സമ്മാനിച്ച മഹാപണ്ഡിതനാണ്, ഹാഫിളാണ്. വളരെ ചെറുപ്പത്തിലെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ഇസ്ലാമിൽ ആരെങ്കിലും ഒരു പുത്തനാചാരം കൊണ്ടുവന്നാൽ, ഇസ്ലാമിൽ ആരെങ്കിലും ഒരു പുത്തനാചാരം കൊണ്ടുവന്നാൽ യറാഹ ഹസന, അത് ചെയ്താൽ പുണ്യം കിട്ടുമെന്ന് വാദിക്കുകയും ചെയ്താൽ ഫഖദ് സഅമ, തീർച്ചയായും അവൻ വാദിക്കുന്നത് അന്ന മുഹമ്മദൻ, നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു, ദീന് ജനങ്ങൾക്ക് എത്തിച്ചു തരുന്ന കാര്യത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു. കാരണം ഇത്ര പുണ്യമുള്ള കാര്യമാണ്. ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമുള്ള ദിവസമാണ് റബീഉൽ അവ്വൽ 12 എന്നാണ് ഇവർ പറയുന്നത്. ഇത്ര പുണ്യമുള്ള ഒരു ദിവസം ഉണ്ടായിട്ട്, ആ ദിവസങ്ങളിൽ ഒരുപാട് അമലുകൾ ചെയ്യാൻ ഉണ്ടായിട്ട് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മറച്ചു വെച്ച് വഞ്ചന കാണിച്ചു എന്നാണ് ഇത്തരം ആളുകൾ പറയുന്നത് എന്നാണ് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അവസാനം പറയുന്ന ഒരു വാചകമുണ്ട്, ഫമാലം യകുൻ യൗമഇദിൻ ദീനൻ ഫലാ യകൂന അൽയൗമ ദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീനല്ലാത്തതൊന്നും ഇന്ന് ദീനാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റബീഉൽ അവ്വൽ 12 ജന്മദിനാഘോഷം എന്ന പേരിൽ പ്രവാചക സ്നേഹപ്രകടനമുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് ഇന്നും ദീനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അതുണ്ടെങ്കിൽ ഇന്നും അത് ദീനാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹക്ക് അതുണ്ടെങ്കിൽ ഇന്നും അത് ദീനാണ്. സഹാബത്തിന് അതുണ്ടെങ്കിൽ ഇന്നും അത് ദീനാണ്. അവർക്കാർക്കും അത് പരിചയമില്ല. പിന്നെയോ എവിടെ നിന്ന് വന്നു? അത് അശ്അരികളാണ് കൊണ്ടുവന്നത്. ഹിജ്റ 4-ാം നൂറ്റാണ്ടിലെ ഫാത്തിമകളിൽ നിന്നാണ് റബീഉൽ അവ്വൽ ഇത്തരം ആഘോഷങ്ങൾ കടന്നു വന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചരിത്ര രേഖകൾ അതിന് സാക്ഷിയാണ്. മാത്രമല്ല പ്രമാണങ്ങൾ പറയുന്നത് നോക്കൂ സഹോദരങ്ങളെ. ഇമാം സുയൂത്തി അദ്ദേഹം, അതേപോലെ തന്നെ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി ഇമാം സുയൂത്തി രേഖപ്പെടുത്തുന്നുണ്ട്, അസ്ലു അമലിൽ മൗലിദി, മൗലിദിന്റെ അസ്ൽ എന്ന് പറയുന്നത് ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്, അത് പുത്തനാചാരമാണ്. ലം തുൻകൽ അന്നഹദിൻ മിന സലഫു സാലിഹ് മിനൽ ഖുറൂനി സലാസ, 3 ഉത്തമ നൂറ്റാണ്ടിലെ ഒരു പണ്ഡിതനിൽ നിന്നും ഒരു രേഖ പോലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഇമാം ഫാക്കിഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, ലാ അലമു ലിഹാദൽ മൗലിദി, ഈ മൗലിദിന് എനിക്കറിയില്ല അസ്ലൻ, ഒരു അടിസ്ഥാനം, ഫി കിതാബിൻ വലാ സുന്ന, പരിശുദ്ധ ഖുർആനിലുമില്ല സുന്നത്തിലുമില്ല. വലാ തുൻകലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ, ലോകത്ത് മാതൃകകളായ
ഉലമാക്കൾ, ഉമ്മത്തിന്റെ ഉലമാക്കളിൽ നിന്ന് ഒരു രേഖ പോലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ബൽഹുവ ബിദ്അത്തുൻ, ഇത് പുത്തനാചാരമാണ്, അഹ്ദസഹൽ ബത്താലൂൻ, വിഡ്ഢികൾ ഉണ്ടാക്കിയ പുത്തനാചാരമാണ്, വശഹ്വതു നഫ്സിൻ യഅതനാ ബിഹൽ അഖാലൂൻ, തീറ്റക്കൊതിയന്മാരുണ്ടാക്കിയ, വിഡ്ഢികൾ ഉണ്ടാക്കിയ ആചാരമാണിത്. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ല, 1400 കൊല്ലത്തെ പിൻബലമില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം നിയമങ്ങളെക്കുറിച്ച് പറയുന്ന പണ്ഡിതന്മാർ നമ്മളെ രേഖപ്പെടുത്തി പഠിപ്പിച്ചു തരുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ നോക്കൂ, ഈ കാലയളവിൽ നമ്മുടെ നാട്ടിലെ എല്ലാ ശാഫിഈ പള്ളികളിലും ഓതുന്ന ഖുതുബകൾ നിങ്ങൾ പരിശോധിക്കൂ. 5 ഖുതുബകളാണ്. ഈ 5 ഖുതുബകളിൽ ഒരിക്കൽ പോലും ഒരു സ്ഥലത്ത് പോലും പ്രവാചകന്റെ ജന്മദിനത്തെക്കുറിച്ച് പരാമർശമില്ല. നമ്മുടെ നാട്ടിലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാർ പോകുന്ന പള്ളികളിൽ ഓതുന്ന 5 ഖുതുബകളുണ്ട്. 1 വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 3 തസറുഫുൻ സമാൻ വൽ മആദ്, കാലങ്ങളുടെ മാറ്റത്തെക്കുറിച്ചും മടക്കത്തെക്കുറിച്ചുമാണ്. 4-മത്തത് തസറുഫു സമാൻ വൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. 5-മത്തത് അൽ മൗത്ത് വൽ മആദ്, മരണത്തെക്കുറിച്ചും മടക്കത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ഒരു ഖുതുബയിൽ പോലും പ്രവാചകന്റെ ജന്മദിനത്തെക്കുറിച്ചുള്ള ഒരു പരാമർശവുമില്ല. ഈ ഖുതുബയിൽ പോലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കുന്നതെന്നറിയോ? എല്ലാ പള്ളികളിൽ നിന്നും ഇന്ന് കഴിഞ്ഞ ആഴ്ചയുമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കുന്നതെന്നറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അത് കേട്ടിട്ട്, അത് കണ്ടിട്ട് നിങ്ങൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ലേ? സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ മാസമാണ് റബീഉൽ അവ്വൽ മാസം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രവാചകനെ സ്നേഹിക്കണം, ആദരിക്കണം. എങ്ങനെയാണ്? പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിതത്തിലേക്ക് ചേർത്തു വെച്ചുകൊണ്ട് നമ്മൾ സ്നേഹിക്കണം. ഒരിക്കലും ഇത്തരം ആചാരങ്ങളുടെ പിന്നാലെ നമ്മൾ ഒരിക്കലും പോകരുത്. ഇതിന്റെ വരുംവരായികകളെ കുറിച്ച് അറിയാവുന്നവരും മനസ്സിലാക്കിയവരുമാണ് നമ്മളെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരൊറ്റ വാചകം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അത്തിൻ സൗമൻ വലാ സ്വലാത്തൻ വലാ സദഖ, ബിദ്അത്ത് ചെയ്യുന്ന, അനാചാരങ്ങൾ ചെയ്യുന്നവരുടെ ഒരിക്കലും അവരുടെ നിസ്കാരം, അവരുടെ നോമ്പ്, അവരുടെ സ്വതക്ക, അവരുടെ ഹജ്ജ്, അവരുടെ ഉംറ, അവരുടെ ജിഹാദ്, അവരുടെ ഒന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. യഖ്റുജു മിനൽ ഇസ്ലാമി കമാ തഖ്റുജു ശഅറതു മിനൽ അജീൻ, മാവിൽ നിന്ന് മുടിയെടുക്കുന്നത് പോലെ അവർ ദീനിൽ നിന്ന് ഘട്ടം ഘട്ടമായി പുറത്തു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബിദ്അത്ത് ചെയ്യുന്നവന്റെ അമലുകൾ അത് പൊളിഞ്ഞു പോകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സുന്നത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ബിദ്അത്തിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. 100 നാക്ക് നമ്മുടെ സംസാരങ്ങളിൽ മാത്രമല്ല പ്രവാചകൻ വേണ്ടത്. നമ്മുടെ വാഹനങ്ങളുടെ പുറത്ത് ഇഷ്കെ റസൂൽ എന്ന് എഴുതി വെക്കുകയല്ല വേണ്ടത്, മഹബത്തെ റസൂൽ എന്ന് എഴുതി വെക്കുക മാത്രമല്ല വേണ്ടത്. ആ പ്രവാചകനോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ പ്രവാചകന്റെ പേരിൽ രാവിലെയും വൈകുന്നേരവും സ്വലാത്ത് ചൊല്ലണം. പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന താടി എന്ന സുന്നത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന വസ്ത്രരംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ, നെരിയാണിക്ക് താഴേക്ക് അത് ഇറങ്ങിപ്പോകാൻ പാടില്ല. ഇസ്ലാം പറഞ്ഞ വസ്ത്രങ്ങൾ സ്വീകരിക്കണം. ഇസ്ലാം പറഞ്ഞ ആദർശം നമ്മൾ സ്വീകരിക്കണം. ഏത് രംഗത്തും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്റെ റോൾ മോഡൽ എന്ന് ജീവിതം കൊണ്ട് കാണിക്കാൻ കഴിയുന്നവർക്കാണ് ആ പ്രവാചകനോട് സ്നേഹമുണ്ടാവുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ജീവിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രമാണങ്ങളിൽ നിന്ന് ദീന് പഠിക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വില കൽപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന 10,000-കണക്കിന് സഹോദരങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷയും സമാധാനവും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.